തിരുവല്ലയിലെ LDF സ്ഥാനാർത്ഥി മാത്യു ടി തോമസിന്റെ വാഹന പ്രകടനം പുരോഗമിക്കുകയാണ്. വലിയ ആവേശകരമായ സ്വീകരണമാണ് ലഭിക്കുന്നത്. സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം, പോകുന്ന വഴി എല്ലാം തന്നെ വലിയ സ്വീകരണം ലഭിക്കുന്നു. വലിയ ആവേശമല്ലേ ലഭിക്കുന്നത്? അതെ അതെ, കഴിഞ്ഞ നാളുകളിൽ ജനങ്ങളോടൊപ്പം നിന്നു എന്നത് ജനങ്ങൾ നൽകുന്ന വലിയൊരു അംഗീകാരമാണ്. വ്യത്യസ്തമായ നിലപാടുകൾ പാർട്ടി നേതൃത്വം എടുത്തപ്പോഴും വിശ്വസിച്ച ആദർശങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നാട്ടിൽ വികസന പ്രവർത്തനം നടത്തുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ അവരോടൊപ്പം നിൽക്കുകയും ചെയ്യാൻ കഴിഞ്ഞു എന്നത് ജനങ്ങളുടെ അനുഭവമാണ്. ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധിയായ റോഡുകൾ BMBC ആയി മാറ്റി. ചില റോഡുകൾ ചില ഉന്നതന്മാർ പോയി സ്റ്റേ വാങ്ങിച്ചതുകൊണ്ട് മാത്രം നടക്കാതെ പോയിട്ടുണ്ട്. ആ റോഡ് എന്താ പണിയാത്തത്? ആ ഉന്നതം തന്നെ ചോദിക്കുന്ന വിചിത്രമായ അനുഭവമാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ച് പണി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവർ തന്നെ എന്താ ഈ റോഡ് പണിയാത്തതെന്ന് ചോദിക്കുന്ന ഒരു വിരോധാഭാസം ജനങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ട്. തുടർച്ചയാണ് ആവശ്യമല്ലേ? തീർച്ചയായും തിരുവല്ല മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. മാറ്റങ്ങൾക്ക് വേണ്ടിയല്ല, മാറിക്കൊണ്ടിരിക്കുന്നത് തുടരാൻ വേണ്ടിയാണ് തിരുവല്ലയിലെ ജനങ്ങൾ തീരുമാനിച്ചത്. വലിയ ആവേശമാണ് മാത്യു ടി തോമസിന്റെ വിജയം സുനിശ്ചിത. പക്ഷെ ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. വിജയം ഉറപ്പിക്കാം. ചിഹ്നം മാറിയൊരു കാര്യമുണ്ട്, പക്ഷെ ചിഹ്നം മാറുമ്പോഴും നിലപാട് മാറാത്ത വ്യക്തിത്വമായി അല്ല, ചിഹ്നം മാറേണ്ടി വന്നത് തന്നെ നിലപാട് മാറാത്തതുകൊണ്ടാണല്ലോ. പഴയ ചിഹ്നത്തിൽ മത്സരിക്കണമെങ്കിൽ BJP മുന്നണി പോകണം. ഞങ്ങൾ അതിനോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ചിഹ്നം മാറേണ്ടി വന്നത്. അപ്പം നിലപാട് മാറില്ല എന്നുള്ളത് കൊണ്ടാണ് ചിഹ്നം മാറേണ്ടി വന്നത്. അത് ജനങ്ങൾക്ക് തിരിച്ചറിയും. അത് മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് തിരുവല്ലയിലെ ജനങ്ങൾ. അത് നന്നായി അതിനോട് പ്രതികരിക്കുന്നു. തിരുവല്ലയിൽ നിലപാടിൽ ഉറച്ച വികസനത്തിന് തുടർച്ചയ്ക്കായി വോട്ട് അഭ്യർത്ഥിക്കുവാണ് തിരുവല്ലയുടെ നിലവിൽ MLA കൂടിയായിരിക്കുന്ന മാത്യു ടി തോമസ്. ക്യാമറമാൻ അഖിലേഷ് കോടമയോടൊപ്പം സുജി T. ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.